നമ്മുടെ വീടുകളിൽ മുതിർന്നവരുടെ സാന്നിധ്യം ഒരു സാമ്പത്തിക ബാധ്യതയാണോ അതോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ കരുത്താണോ? അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 20.7% വയോജനങ്ങളുള്ള കേരളം പുതിയ സിൽവർ എക്കോണമി പ്രഖ്യാപനത്തിലൂടെ ഒരു വലിയ പരീക്ഷണത്തിന് മുതിരുകയാണ്. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇത് ശരിക്കും വികസനമാണോ അതോ വെറും ഒരു രാഷ്ട്രീയ അജണ്ടയാണോ? ഈ മാറ്റം നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ശരി, നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. എന്താണ് സിൽവർ എക്കോണമി? ലളിതമായിട്ട് പറയുകയാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയാണിത്. ഇനി ഇതിന്റെ പശ്ചാത്തലം നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റം വളരെ വേഗത്തിലായതുകൊണ്ട് പഴയ കുടുംബഘടന തകർന്ന സാഹചര്യത്തിൽ ഇതിനൊരു ഭയങ്കര റെലവൻസ് ഉണ്ട്. സിൽവർ എക്കോണമി തീർച്ചയായിട്ടും ഒരു വലിയ വിപണിയാണ്. എങ്കിലും ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, GDP-യിൽ ആരോഗ്യ രംഗത്തിനുള്ള വിഹിതം കൂടാതെ ഇത്തരം പദ്ധതികൾക്ക് ദീർഘകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പൊതുമേഖലയിൽ നിന്ന് സർക്കാർ പതുക്കെ പിന്മാറി സ്വകാര്യ മേഖലയ്ക്ക് വഴി തുറക്കുന്നോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണം. തുടർന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ, വയോജനക്ഷേമം എന്നത് ഒരു മനുഷ്യാവകാശമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ട് മാത്രമാണോ കാണുന്നതെന്ന്. എന്തായാലും അടിസ്ഥാന പെൻഷൻ അവകാശങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കെയർ ഗിവർ കോഴ്സുകൾ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നു എന്നത് വലിയൊരു കാര്യമാണ്. എന്നാൽ അതിനപ്പുറം റിട്ടയർ ചെയ്തവരുടെ വലിയൊരു അനുഭവ സമ്പത്ത് സമൂഹത്തിലേക്ക് കൈമാറാൻ സർവകലാശാലകളുമായിട്ട് ചേർന്നിട്ട് ലൈഫ് ലോങ് ലേണിംഗ് പോലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കണം. ഇതൊരു വലിയ സാമൂഹ്യ മാറ്റത്തിന് തന്നെ വഴിയൊരുക്കും. ഇനി മറ്റൊരു നിർണായക വശത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു എനർജി അഡ്വൈസർ എന്നുള്ള നിലയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ ഗുണഫലം സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവനും സമ്പന്നനും തുല്യമായിട്ടുള്ള ആരോഗ്യ പരിചരണം ലഭിക്കാത്ത കാലത്തോളം ഇതൊരു യഥാർത്ഥ ജസ്റ്റ് ട്രാൻസിഷൻ ആകത്തില്ല. ഇക്കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേവല സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം ഈ മേഖലയിലെ സാമൂഹ്യമായിട്ടുള്ള ചില അസന്തുലിതാവസ്ഥകൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതായത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ അദൃശ്യമായിട്ടുള്ള അധ്വാനം അഥവാ ഇൻവെസിബിൾ ലേബർ എങ്ങനെയാണ് സർക്കാർ വിലയിരുത്തുന്നത്? നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒന്നാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ട മറ്റൊരു കാര്യം, അസംഘടിത മേഖലയിൽ പെൻഷൻ പോലും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ പുതിയ വിപണിയിൽ എവിടെ നിൽക്കുന്നു എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇനി ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കിയാൽ, ലോകത്ത് വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന 2 പ്രധാനപ്പെട്ട മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്നാമതായിട്ട് ജപ്പാനിലെ LTCI അഥവാ ലോങ് ടേം കെയർ ഇൻഷുറൻസ്. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും പ്രീമിയം അടയ്ക്കുന്ന ഈ നിർബന്ധിത സാമൂഹിക ഇൻഷുറൻസ് പദ്ധതി വയോജനങ്ങൾക്ക് അവരുടെ വീട്ടിലോ കെയർ ഹോമുകളിലോ പരിചരണം ലഭിക്കാൻ വലിയ ആശ്വാസമാണ് നൽകുന്നത്. രണ്ടാമതായി യൂറോപ്പിലെ ഏജിംഗ് ഇൻ പ്ലേസ് സാങ്കേതിക വിദ്യ. വീടുകളിൽ ഘടിപ്പിച്ച സെൻസറുകൾ, സ്മാർട്ട് വാച്ചുകൾ, അപകടങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് വയോജനങ്ങളെ സ്വന്തം വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. വാസ്തവത്തിൽ ഇത്തരം മാതൃകകൾ കേരളത്തിന് വളരെ ആഴത്തിൽ പഠിക്കാവുന്ന ഒരു പാഠങ്ങളാണ്. ഇനി നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് സർക്കാരിനോട് എനിക്ക് പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, കെയർ കോപ്പറേറ്റീവ്സ്. പരിചരണം വെറും ഒരു ബിസിനസ് ആക്കി മാറ്റാതെ സഹകരണ സംഘങ്ങൾ വഴി നടപ്പിലാക്കണം. ജപ്പാനിലെ വർക്കർ കോപ്പറേറ്റീവ്സ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. രണ്ടാമത്തേത്, PHC വികസനമാണ്. വയോജന സൗഹൃദമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നിർബന്ധമാക്കുക. WHO-ന്റെ ഏജ് ഫ്രണ്ട്ലി വേൾഡ് റിപ്പോർട്ട് പ്രകാരം തായ്ലൻഡ് ഈ മാതൃക വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത്, എക്സ്പീരിയൻസ് ബാങ്ക് ആണ്. മുതിർന്നവരുടെ വിലപ്പെട്ട അറിവ് സമൂഹത്തിന് കൈമാറാൻ യൂറോപ്പിലെ ഇന്റർനാഷണൽ പ്രോഗ്രാമുകൾ പോലെ ഈ പ്ലാറ്റ്ഫോം വേണം. നാലാമത്തേത്, സുതാര്യതയാണ്. UNDC-യുടെ വേൾഡ് സോഷ്യൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ മേഖലയിലെ ഫണ്ടിങ്ങിലും സേവനത്തിനും പൂർണ്ണ സുതാര്യത വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം അതാണ് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, സിൽവർ എക്കോണമി എന്നത് വയോജനങ്ങളെ ഉപഭോക്താക്കൾ ആയിട്ട് മാത്രം കാണുന്നതല്ല, മറിച്ച് അവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതാണ്. വെറും ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങരുത്. ഇതൊരു പുതിയ സാമൂഹ്യ കരാറാകണം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.